തുടക്കം മൂവി കണ്ടു. പടത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. ഒരു പടത്തിൻ്റെ അകത്ത് നല്ലതായിട്ടും മോശമായിട്ടും പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സീനുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. സംഭവം വേറൊന്നുമല്ല, മോഹൻലാൽ അതായത് ലാലേട്ടൻ വരുന്ന ഒരു സീനാണ്. ഈ ഒരു സീന് ഈ ഒരു പടത്തിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കേണ്ട എന്ത് കാര്യമായിരുന്നു ഉണ്ട് എന്നുള്ളത് സംവിധായകൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. കാരണം ഒരു തരത്തിലും ഔചിത്യമില്ലാത്ത തരത്തിലുള്ള ഒരു സീന്. ഓക്കെ, ഇവരുദ്ദേശിച്ചേക്കണ ലക്ഷ്യമൊക്കെ മനസ്സിലായി, പക്ഷേ അങ്ങനെ ഒരു സീൻ അവിടെ എഴുതി ചേർക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതിൻ്റെ അകത്ത് ലാലേട്ടൻ്റെ മോഹൻലാലിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ലുക്ക് കാര്യങ്ങൾ എല്ലാം സെറ്റാണ്. പക്ഷേ ഇദ്ദേഹം വന്നിട്ട് പറയുന്ന കാര്യങ്ങളും ആ ഒരു കോണ്ടെക്സ്റ്റ് തന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ലാത്ത ഒരു എൻട്രി ആയിപ്പോയി ലാലേട്ടൻ്റെ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇതിൻ്റെ അകത്ത് ആദ്യമേ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, മോഹൻലാലിൻ്റെതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ടേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു തരത്തിലും ഒരു മാച്ചിങ്ങും ഇല്ലാത്ത രീതിയിൽ ഉള്ള ഒരു സംഭവമായിപ്പോയി. ലാലേട്ടൻ്റെ ആ ഒരു സ്വാഗ് കാര്യങ്ങളൊക്കെ സ്ക്രീൻ പ്രസൻസ് എല്ലാം കിട്ടിയിട്ടും അതൊന്നും മര്യാദയ്ക്ക് ഉപയോഗിക്കാതെ ചുമ്മാ എന്തിനു വേണ്ടി കൂട്ടിച്ചേർത്ത പോലെ ആയിട്ട് ആ ഒരു സംഗതി മാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് അറ്റ്ലീസ്റ്റ് പേഴ്സണലി അനുഭവപ്പെട്ടത്. വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉള്ളവരുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് ഇതിൻ്റെ അകത്ത് ലാലേട്ടൻ്റെ പോർഷൻ ഒന്നും തന്നെ അത്രമാത്രം ഒന്നും എൻജോയബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ലുക്ക് നല്ലതല്ലെന്നല്ല, ആ സ്ക്രീൻ പ്രസൻസും നല്ലതല്ലെന്നല്ല, അത് രണ്ട് സെറ്റായിട്ടുണ്ട്. ബട്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ വർക്കായിട്ടില്ല. ഇനി പടത്തെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ തീമുകളൊക്കെ ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ തന്നെ വുമൺ എംപവർമെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ ഉദ്ദേശശക്തി കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഇൻറ്റൻഷൻസ്, അതിൻ്റെ അകത്ത് പറയുന്ന ഒരു പോളിസി കാര്യങ്ങളെല്ലാം സെറ്റാണ്. അതിൻ്റെ അകത്ത് മേക്കിങ്ങിലും കുറേ കാര്യങ്ങൾ, ഇവൻ ക്ലൈമാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് ചില കാര്യങ്ങളിൽ ക്ലൈമാക്സിന് തൊട്ട് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ സ്ഥിരമായിട്ട് മലയാള സിനിമയിൽ വരുന്നൊരു പരിപാടിയുണ്ട്. അതായത് എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നു എവിടെയും, അത് സെൻസേഷണൽ ന്യൂസ് ആവുന്നു, വൈറലാവുന്നു, എന്നിട്ട് പിന്നെ പ്രസ് മീറ്റ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. മാതിരി പരിപാടികൾ ഈ ഒരു പടത്തിൻ്റെ അകത്തുണ്ട്. സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ഒരുപാട് വന്ന് ആവർത്തന വിരസത വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ ഒരു സംഗതിയൊക്കെ എനിക്ക് പേഴ്സണലി ഇതിനെപ്പറ്റി ഫീൽ ചെയ്തു ഈ ഒരു പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ. ഇനി പടത്തിൻ്റെ ആ ഒരു ബിഗിനിങ് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാർട്ടിങ് തന്നെയാണ് പടത്തിനകത്തുള്ളത്. അത് മാത്രമല്ല, ഒരു മിഡ് പോർഷനിലൊക്കെ വരുമ്പോഴത്തേനും പടം നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് വരുന്നുണ്ട്. ഇൻ്റർവെൽ ബ്ലോക്കിലേക്ക് എത്തുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് അത് നിൽക്കുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ ലാലേട്ടൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞതിൻ്റെ അകത്ത് ഒരു കാര്യമില്ലാതെ കുത്തിക്കയറ്റിയ പോലെ എനിക്ക് തോന്നിയത്. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു വേഷം തന്നെ ഒട്ടും ചേർന്നിട്ടില്ല. നല്ല രീതിയിൽ ഒരു എൻട്രി കൊടുക്കായിരുന്നു, അതൊന്നും കൊടുത്തിട്ടില്ല. മറ്റു പരിപാടി നടന്നിട്ടില്ല. ഈ ഒരു പടത്തിൻ്റെ അകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വേഷം ചെയ്തെന്ന് എനിക്ക് തോന്നിയ ഒരാൾ ആൻ്റണി പെരുമ്പാവൂറിൻ്റെ മകനാണ്. പുള്ളി ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ 100% തന്നെ നീതി പുലർത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ല ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് പുള്ളിയാണ് ഇതിൻ്റെ അകത്ത്. ഒരുപാട് ഡയലോഗ് ഒന്നുമില്ല. അറ്റ് ദ എൻഡിലെങ്ങാണ്ട് വന്നിട്ട് പുള്ളി 1-2 ഡയലോഗ് പറയുന്നത് അത്രേ ഉള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് എൻറ്റയർ സിനിമയിലും പുള്ളിക്ക് ഡയലോഗും ഇല്ല, ഒന്നുമില്ല. പക്ഷേ പുള്ളി കൊണ്ടിരുന്ന ഇൻറ്റൻസിറ്റി ഹെവിയാണ്. ഒരു പടത്തിന് കൊണ്ടിരുന്ന ഒരു സംഗതി വേറെ ലെവലാണ്. ഒരു പീക്ക് വില്ലൻ, കൊടൂര വില്ലൻ. വില്ലൻ എന്ന് പറഞ്ഞാൽ വില്ലൻ എന്തും ചെയ്യും, ആരെയും തട്ടും, ആരെയും എന്ത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു ടൈപ്പ് വില്ലൻ. സോ അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇൻറ്റൻസിറ്റി പിടിച്ച് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. ആ ഒരു വില്ലൻ അവിടെ ഇല്ലെങ്കിൽ ഈ ഒരു കഥയ്ക്ക് വലിയ റെലവൻസ് ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഈ ഒരു സിനിമേനെ ഈ ഒരു രീതിയിലേക്ക് എലവേറ്റ് ചെയ്യുന്നത് ശരിക്കും ആ വില്ലൻ്റെ ഒരു പ്രസൻസ് തന്നെയാണ്. ഇതിന് ഓപ്പോസിറ്റ് എൻഡിലായിട്ട് ഈ പറഞ്ഞ വിസ്മയ മോഹൻലാലൊക്കെ ഉണ്ട്. വിസ്മയ മോഹൻലാലിൻ്റെ ഒരു സാധാരണ കഥാപാത്രം, അല്ലെങ്കിൽ പറഞ്ഞ എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. കുഴപ്പമില്ലാതെ ഒരു ചെയ്തിട്ടുണ്ട്. മിസ്കാസ്റ്റ് എന്ന് പറയത്തക്ക രീതിയിലൊന്നും ഇതിൻ്റെ താരം തന്നെ അങ്ങനെ വരുന്നില്ല. ഒരുമാതിരിപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം തന്നെ അവരുടെ വേഷങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തന്നെ ചെയ്തു പോകുന്നുണ്ട്. പിന്നെയും ആ ഒരു ലാലേട്ടൻ്റെ ആ ഒരു എൻട്രി പോർഷൻ കാര്യങ്ങളൊക്കെ മാത്രമേ കുറച്ച് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. മറ്റു കാര്യങ്ങൾ വീണ്ടും കഥയിലേക്ക് കടക്കുമ്പോഴത്തേനും ആ ഒരു രീതി മാറുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞ വുമൺ എംപവർമെൻറ്റിൻ്റെ കാര്യമൊക്കെ ചില ഏരിയകളിലൊക്കെ
പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. ഇതൊക്കെയാണ് ബേസിക്കലി തുടക്കം എന്നുള്ള ഒരു പടത്തെ പറ്റി എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ഐ മീൻ ഒരു പടത്തിൻ്റെ അത് കുറേ കാര്യങ്ങൾ മാറ്റാൻ പറ്റുന്നുണ്ട് ഡെഫിനറ്റ്ലി, ഇത് ഷുവറാണ്. പക്ഷെ ഒട്ട് മോശപ്പെട്ട ഒരു പടം എന്നും പറയാനില്ല. ഒരു എബോ ആവറേജ് പടം എന്നുള്ള രീതിയിലാണ് ഈ പടത്തെപ്പറ്റി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ലാലേട്ടൻ്റെ കാര്യമൊക്കെ മോഹൻലാലിൻ്റെ ആ ഒരു പോർഷനൊക്കെ ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്യായിരുന്നു. അതാ ഈ ഒരു പടത്തിൻ്റെ ഗതി തന്നെ മാറ്റി. അതാ ഏറ്റവും വലിയ പ്രശ്നമായത്. അതായത് നമ്മൾ ഈ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്കറിയാം ഏകദേശം മോഹൻലാലിൻ്റെ അത് ഏതെങ്കിലും ഒരു പോർഷനിലൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ ഇങ്ങനെ ഒരു വരവ് വന്നിട്ട് ഇങ്ങനെ കുറേ പരിപാടികളൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല ഈ ഒരു പടത്തിൽ നിന്ന്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഓവറോൾ ഒരു ആവറേജ് എബോ ആവറേജ് മൂവി ആയിട്ടാണ് എനിക്കൊരു പേഴ്സണലി ഈ ഒരു സിനിമ അനുഭവപ്പെട്ടത്. അത്ര മോശമല്ല, എന്നാൽ അത്ര കിടിലം എന്ന് പറയത്തക്ക രീതിയിലുള്ള സംഭവമില്ല. ഇതാണ് ഏകദേശം ഈ പടത്തെപ്പറ്റി എനിക്ക് തോന്നിയ ഒരു കാര്യം.